താതോക്ത്യാ യാതു കാമോ വനമനുജവധൂ സംയുതശ്ചാപധാരഃ പൗരാനാരുധ്യ മാർഗേ ഗുഹനിലയഗതസ്ത്വം ജടാചീരധാരീ നാവാസന്തീര്യ ഗംഗാമധിപദവി പുനസ്തം ഭരദ്വാജമാരാനത്വാ തദ്വാക്യഹേതോരതിസുഖമവസച്ചിത്രകൂടേ ഗിരീന്ദ്രേ. പദാനുപദം. ത്വം അങ്ങ്, താതോക്ത്യ അച്ഛൻ്റെ വാക്കു പാലിക്കാൻ, അനുജവധൂ സംയുതഃ ച അനുജനോടും പത്നിയോടും കൂടി, ചാപധരഃ വില്ലുമെടുത്ത്, വനം വനത്തിലേക്ക്, യാതു കാമഃ പുറപ്പെട്ടു, മാർഗേ വഴിയിൽ, പൗരാൻ ജനങ്ങളെ, പിന്തുടർന്നെത്തിയ പൗരന്മാരെ, ആരുധ്യ തടഞ്ഞിട്ട്, വരേണ്ടതില്ലെന്നു വിലക്കിക്കൊണ്ട്, ഗുഹനിലയഗതഃ ഗുഹന്റെ നിഷാദരാജാവ് താമസസ്ഥലത്തേക്കു ചെന്നു, ജടാചീരധാരി ജടയും മരവുരിയും ധരിച്ച്, നാവാ തോണിയിൽ, ഗംഗാം ഗംഗാനദിയെ, സന്തീര്യ പുനഃ കടന്നതിനുശേഷം, അധിപദവി ആരാത് വഴിക്കു സമീപമുള്ള ആരാത്ത് അടുത്ത്, തം ഭരദ്വാജം ആ ഭരദ്വാജനെ, ഭരദ്വാജ മഹർഷിയെ കണ്ടു നമിച്ച്, തദ്വാക്യഹേതോഃ അദ്ദേഹത്തിൻ്റെ വാക്കനുസരിച്ച്, ഗിരീന്ദ്രേ ചിത്രകൂടേ ചിത്രകൂടം എന്ന വലിയ പർവ്വതത്തിൽ, അതിസുഖം വളരെ സുഖത്തോടെ, അവസഃ താമസിച്ചു. വിവർത്തനം. അങ്ങുന്ന് അച്ഛൻ്റെ വാക്കു പാലിക്കാനായി സീതയോടും ലക്ഷ്മണനോടും ഒപ്പം വില്ലും ധരിച്ച് വനത്തിലേക്കു പുറപ്പെട്ടു. പിന്തുടർന്നെത്തിയ പൗരജനങ്ങളെ തടഞ്ഞു മടക്കി അയച്ചിട്ട്, നിഷാദരാജാവായ ഗുഹന്റെ വാസസ്ഥാനത്തേക്കു പോയി. ജടയും മരവുരിയും ധരിച്ച് തോണിയിൽ കയറി മറുകരയിലെത്തി, ഭരദ്വാജ മഹർഷിയെ കണ്ടു നമസ്കരിച്ചു. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ചിത്രകൂട പർവ്വതത്തിലെത്തി വളരെ സുഖമായി വസിച്ചു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ.